ഇതെന്താണെന്നറിയാവോ? ഇതാണ് പനീർ. ഈ പനീർ കൊണ്ട് നമുക്ക് ഒന്നാമതൊരു കറി ഉണ്ടാക്കിയാലോ? അതിന് തക്കാളി എടുത്തിട്ടുണ്ട്, 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. മറ്റൊരു ജാറിലേക്ക് തക്കാളിയും കൂടെ കട്ട് ചെയ്ത് അതും കൂടെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പനീർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരച്ചെടുത്ത സവോള, തക്കാളി, കുറച്ച് തേങ്ങാപ്പാൽ, ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. മല്ലിയില, ഒരു 4 വറ്റൽമുളക്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചീനിച്ചട്ടി ചൂടാകാൻ വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് ഒടിച്ച് അതും കൂടി ഇടാം. സ്റ്റൗ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി അരച്ച് വെച്ചേക്കുന്ന സവോള, ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മൂക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയാണ്. ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി നന്നായിട്ട് യോജിപ്പിച്ച് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ കുറവായതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടി ചേർക്കുകയാണ്. ചെറുതായിട്ട് തിളച്ച് വന്നു. നമുക്ക് അന്ന് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കെന്നാൽ ഇച്ചിരി ചോറെടുത്തിട്ട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. അതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം, നല്ല സൂപ്പറാണ്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. താങ്ക് യു.